ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഈ ഗ്രാമങ്ങളിലെ ശാലീനതയെല്ലാം ആസ്വദിച്ച് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എന്ന് വെച്ചാൽ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ സത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ള ഒരു ചെറിയൊരു ടൗണ് പോലൊരു ഇടം. അവിടെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ കരിമ്പ് കൃഷിയാണ്. ഇപ്പോൾ പൊങ്കലിന് വേണ്ടിയിട്ട് കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ കപ്പലണ്ടി നടും. അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അറിയത്തില്ല. ബാലേട്ടൻ പറഞ്ഞൊരു അറിവാണ്. ശരിക്കും ശാലീന സുന്ദരമായ ഒരു ഗ്രാമമാണിത്. എങ്ങനെയാണ് പറയുന്നത്, യഥാർത്ഥത്തിലൊരു ഒത്തൻറ്റിക് ആയിട്ട് തോന്നും. ഒരു ശുദ്ധമായിട്ടുള്ള എയർ, വാട്ടർ എല്ലാം ഉള്ള ഒരു ശരിക്കും ഒരു നല്ല തനി ഗ്രാമം. അവിടെ ഉള്ള ഒരു ഏക ടീക്കട എന്ന് വെച്ചാൽ ഒരു മോഡേണൈസ് ആയിട്ടൊരു ടീക്കട ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ആളുകളൊക്കെ വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, കൃഷിയിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ തമിഴ്നാട്ടിലെ ചായ പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡേണൈസ് ആയിട്ടൊരു ചായക്കട ആയതുകൊണ്ട് തന്നെ ടി വി ഉണ്ട്. അതുകൊണ്ട് നല്ല നല്ല പാട്ട് എല്ലാം കേട്ട് തമിഴ് പാട്ടെല്ലാം ഇടുന്നുണ്ട്. സോ അടിപൊളിയായിരുന്നു ചായ എക്സ്പീരിയൻസ്. എനിക്കൊരു കോൾഡ് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചായയുടെ ടേസ്റ്റ് അടിപൊളിയായിട്ട് തോന്നി. ഒരു റിലീഫ് ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കി. കാരണം ഭയങ്കര മഴ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മഴയാണ് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് വൈകുന്നേരത്തൊന്നും വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് മഴയാണ്. അപ്പോൾ സ്കൂൾ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല കാർമേഘമുണ്ട്. അങ്ങോട്ട് വൈകിച്ചില്ല, വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെ ഇറങ്ങി. വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി ചൂലും വിനാഗിരിയും ഒക്കെ കുറച്ച് വാങ്ങിച്ച് അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു ശാലീനതൊക്കെ ആസ്വദിച്ച്. മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ സ്വാമികളുടെ എണ്ണമാണ് റോഡിൽ ഭയങ്കര കൂടുതൽ. അതിൻ്റെ പോലെ തന്നെ ഇവിടെ ഭജനയുണ്ട് സ്വാമിയുടെ. അതൊക്കെ കേട്ട് ആസ്വദിച്ച് പോരുന്നു. തന്നെ വീട്ടിലേക്ക് വരേണ്ടി വന്നു, കാരണം മോള് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. മോർ ഓവർ ഇതൊരു റൊമാൻറ്റിക് ട്രിപ്പായിരുന്നു.